ഈ സോണിയാഗാന്ധിയുടെ മരുമകൻ അഴിമതി വീരനാണെന്ന് ഇന്ത്യയിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷേ ആ കുടുംബം ഇദ്ദേഹത്തെ പബ്ലിക്കായി കുറച്ചുനാൾ പിന്തുണ നൽകിയിരുന്നിട്ടില്ല. ഈ അല്ലെ റോബർട്ട് വദ്രയ്ക്ക് ഈ പുറത്തു വന്ന് പിന്തുണ നൽകാൻ അവർ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല, പരസ്യ പിന്തുണ നൽകാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പരസ്യ പിന്തുണയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ED ഓഫീസിന് മുന്നിൽ ഇദ്ദേഹത്തെ കൊണ്ട് ആനയിക്കുകയാണ്. എന്റെ അഴിമതി വീരനായ ഭർത്താവിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്, ഞാൻ പുറത്ത് നിൽക്കാം. എന്തുകൊണ്ടായിരിക്കും ഈ കാലഘട്ടത്തിൽ ഈ അഴിമതി വീരനെ പിന്തുണ നൽകുന്നത്? അത് മറ്റൊന്നുമല്ല, വാദ്രയെ കൂടി രാഷ്ട്രീയത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വാദ്ര തന്നെ അത് പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞാൻ മത്സരിക്കും, ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കിയിരുന്നു വാദ്ര. എന്തായാലും അധികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുക, ഇതൊക്കെ നെഹ്റു കുടുംബത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന സോണിയ കുടുംബത്തിന് ഒരു അട്ടിപ്പേർ അവകാശമായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. ഇത് കോൺഗ്രസ്സുകാർ ചിന്തിക്കട്ടെ, ഇത് കൊണ്ട് എന്ത് ഗുണം, ജനങ്ങളെ വോട്ട് നൽകി വിജയിപ്പിച്ചു വിടുന്നു. ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിക്കുന്നത് ഇപ്പോൾ രാഹുലായാലും പ്രിയങ്കയായാലും നമുക്കറിയാം. ചില പ്രത്യേക മണ്ഡലങ്ങളിൽ അവർ വളരെ സൂക്ഷ്മതയോടെ വന്ന് മത്സരിക്കുന്നു, മത്സരിച്ച് ജയിക്കുന്നു. രാഹുൽ അമേഠിയിൽ തോറ്റുപോയതാണ്. അവിടുന്ന് റായ്ബറേലിയിൽ വന്ന് സോണിയ രാജ്യസഭയിലേക്ക് പോയി, റായ്ബറേലി സോണിയ ഒഴിഞ്ഞു കൊടുത്തു, മകൻ റായ്ബറേലിയിൽ വന്നു, അവിടെ മത്സരിച്ച് ജയിച്ചു. പ്രിയങ്ക എന്താ ഈ പറയുന്നത് പോലെ അമേഠിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാത്തത്? അവർ എന്തിന് ഈ വയനാടേക്ക് ടിക്കറ്റ് എടുത്തു? അപ്പോൾ വളരെ കൃത്യമാണ്, അവർക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് പഴയതുപോലെ വിജയിക്കാൻ സാധിക്കില്ല. അന്ധമായ BJP വിരോധവും കേന്ദ്ര സർക്കാരിനോടുള്ള വിദ്വേഷവും ഒക്കെ വച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നെയ്തു കൂട്ടിയിരിക്കുന്ന, അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ചില ആഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് ഇവിടുത്തെ ജനങ്ങൾ വിഭാഗീയമായി തിരിഞ്ഞ് വോട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ചില മണ്ഡലങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് പ്രിയങ്കയും മറ്റും ജയിച്ചു വരുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വാദ്രയിലേക്ക് വരാം. വാദ്ര എന്താണ് പറഞ്ഞത്? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കും, അത് മോദിക്ക് വലിയ വെല്ലുവിളിയായി മാറും എന്നറിഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ED ഉപയോഗിച്ച് വേട്ടയാടുന്നത് എന്നാണ് വാദ്ര പറഞ്ഞത്. നോക്കൂ, മോദിക്ക് ഒത്ത ഒരു എതിരാളിയാണോ വാദ്ര? വാദ്രയുടെ ഭാര്യ പ്രിയങ്കയും പ്രിയങ്കയുടെ ചേട്ടൻ രാഹുലും ഒക്കെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമെങ്കിലും അവകാശപ്പെടാവുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. അവർക്ക് പോലും മോദിക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ ഇന്നലെ ഒരു 10-15 വർഷമായി ഭാവി പ്രധാനമന്ത്രിയായി കസേരയിലിരിക്കുക. അതെ, അദ്ദേഹം എന്നും ഭാവി, അത് പണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട BJP നേതാവും CPMകാരും ഒക്കെ ആക്ഷേപിച്ചതാണ്, രാഹുൽ ഗാന്ധി എന്നും ഭാവി പ്രധാനമന്ത്രി ആയിരിക്കും എന്ന്. അപ്പോൾ ഈ വാദ്ര വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോവുകയാണ്. അത് ഈ EDയുടെ ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ അതിൻ്റെ ചുവട് പിടിച്ചൊരു ഇരവാദം മുഴക്കുകയാണ് വാദ്ര. അയ്യോ, എന്നെ ഇതാ വേട്ടയാടുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ നെഹ്റു കുടുംബാംഗം, ഞാൻ സോണിയയുടെ മരുമകൻ, പ്രിയങ്കയുടെ ഭർത്താവ്, അതുകൊണ്ട് ഇതാ എന്നെ വേട്ടയാടുന്നു, ഞങ്ങളെ ശബ്ദിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് രാഹുൽ എപ്പോഴും ലോക്സഭയിൽ പറയുന്നത് പോലെ എന്നെ മിണ്ടാൻ അനുവദിക്കുന്നില്ല. ഈ വഖഫ് നിയമ ഭേദഗതി വന്നപ്പോൾ ആ ചർച്ചയ്ക്കിടയിൽ 12 മണിക്കൂർ സമയമുണ്ടായിരുന്നു. എന്ത് പ്രതിപക്ഷ നേതാവ് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ, വെച്ച നാക്കെടുത്തില്ലല്ലോ. പ്രിയങ്കയെ അവിടെയൊന്നും കാണാനേ ഇല്ലായിരുന്നു, മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ലായിരുന്നു. വിദേശത്തായിരുന്നു പ്രിയങ്ക, എവിടെ പോയി? അപ്പോൾ ഇവർക്കിതെല്ലാം ഒരുതരം ഗിമ്മിക്കാണ്. എങ്ങനെയെങ്കിലും ഈ ഇരവാദം മുഴക്കി അതിൽ നിന്ന് മുതലെടുക്കാനാണ് അവരുടെ ശ്രമം. എന്തായാലും ഈ വാദ്രയെ സംബന്ധിച്ച്, വാദ്ര നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഭൂപീന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഹരിയാനയിൽ എന്താണ് നടന്നത്, ഗുഡ്ഗാവിൽ എന്താണ് നടന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. 7 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഭൂമി അടുത്ത നിമിഷം 58 കോടി രൂപയ്ക്കോ മറ്റോ മറിച്ചു വിൽക്കുന്നു, 57 കോടി രൂപയ്ക്കോ എന്തോ മറിച്ചു വിൽക്കുന്നു. ഇതിനകത്തൊരു ക്രമക്കേട് ഇല്ലേ എന്ന് ന്യായമായി ഏത് കൊച്ചുകുട്ടിക്ക്, ഒരു നഴ്സറി കുട്ടിക്ക് പോലും സംശയം തോന്നും. ആ സംശയമാണ് EDക്കും തോന്നിയത്. അവർ അത് അന്വേഷിച്ചപ്പോൾ ക്രമക്കേടുണ്ട് എന്ന് മനസ്സിലായി, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അത് അന്ന് തുടങ്ങിയ കേസുകളാണ്. അത് മാത്രമല്ല, നിരവധി കേസുകളുണ്ട്. അന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ കാലത്ത് അവിടുത്തെ വിജിലൻസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വിജിലൻസ് ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവരുടെ കൈവശം ഇരിക്കുന്ന ഒരു ആ ഭരണകാലത്ത് അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് നടപടിയെടുത്ത ചരിത്രം കേട്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ED ഒരു സ്വതന്ത്ര കൃത്യമായിട്ട് അന്വേഷിക്കാൻ
കഴിയുന്ന, അതിനുള്ള അധികാരമുള്ള ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ED വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ. ചൊവ്വാഴ്ച എന്നിട്ടും ഈ കുടുംബം മൗനം തുടരുകയാണല്ലേ? അത് കുടുംബമൊന്നും മിണ്ടാനില്ലല്ലോ. കാരണം മടിയിൽ കനമുള്ളവനാണല്ലോ പേടി, അവൻ വാ തുറക്കില്ല. അപ്പോൾ ചൊവ്വാഴ്ച വിളിച്ചു, ചോദ്യം ചെയ്തു, ഏതാണ്ട് 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ബുധനാഴ്ച വിളിച്ചു, 6 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇന്നലെയും വിളിച്ചു, ചോദ്യം ചെയ്തു. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നിരന്തരമായിട്ട് തുടരുകയാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അല്ല, മറ്റൊരു കാര്യം, ഇത് രാഷ്ട്രീയത്തിൽ ഇറക്കി ആ മരുമകനെ വെളുപ്പിക്കാനാണോ ആ കുടുംബത്തിന്റെ തീരുമാനം? തീർച്ചയായിട്ടും വാദ്രയും താമസിയാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ രാഹുലിനെ കൊണ്ട് വലിയ മെച്ചമൊന്നും കോൺഗ്രസ്സിന് ഉണ്ടാകാനിടയില്ല. കുറെ കൂടി ഭേദപ്പെട്ട ഒരാൾ വരണം എന്നവർ ആഗ്രഹിക്കുന്നു. അതിന് ആ കുടുംബത്തിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ വരാനുള്ളത് പ്രിയങ്കയുടെ മകനാണ്. ആ മകന് വേണ്ടി ഇപ്പോഴേ മണ്ഡലം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് വയനാട് പോലെയുള്ള പ്രദേശത്തെ ആൾക്കാർ. അവർക്ക് അത് മതി. അവർക്ക് വികസനവും അല്ലെങ്കിൽ രാജ്യസുരക്ഷയും അല്ലെങ്കിൽ ദേശീയമായ വളർച്ചയും ലോകത്തിലൊരു വലിയ സാമ്പത്തിക ശക്തിയാകലും ഒന്നുമല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം അന്ധമായ മോദി വിരോധവും BJP വെറുപ്പും ഒക്കെയാണ്. അതവർ തങ്ങളുടെ ആ രാഷ്ട്രീയ നിലപാട് വോട്ടിലൂടെ പ്രകടിപ്പിക്കുന്നു. അതാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലടക്കം ചില സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. പക്ഷേ വാദ്രയെ രാഷ്ട്രീയത്തിൽ വാദ്ര ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രിയങ്കയുടെ മകൻ ഇനി വളർന്ന് വലുതായി ഒരു രാഷ്ട്രീയ ഇതൊക്കെ നേടി മുന്നോട്ട് വരാൻ കുറച്ച് കാലമെടുക്കും. അത്രയും കാലം കാത്തിരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമല്ല. ഇപ്പോൾ തന്നെ അവർ ഉപ്പുവെച്ച കലം പോലെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്കെങ്കിലും ഒരു നേതാവ് കടന്നു വരണം. അത് വാദ്രയെങ്കിൽ വാദ്ര. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. സോണിയയുടെ കുടുംബത്തിനും അതിൽ താല്പര്യമുണ്ടാകും. കാരണം ഒന്നുമല്ലെങ്കിൽ മരുമകനല്ലേ. എന്തായാലും അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിനുള്ളിൽ തർക്കമുള്ളതായ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ വദ്രയ്ക്ക് മത്സരിക്കുക എന്നാഗ്രഹമുണ്ട്, മറിച്ച് ആ കുടുംബത്തിന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അണികളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സോണിയയുടെ ഏറ്റവും അടുത്ത അനുയായികൾ അത് സോണിയയുടെ അല്ല, പ്രിയങ്കയുടെ ഏറ്റവും അടുത്ത അനുയായികൾ അത് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നിരുന്നു. രാഹുലാണ് ഈ പ്രിയങ്കയെ അല്ലെങ്കിൽ പ്രിയങ്കയുടെ വളർച്ച തടയുന്നത്, വാദ്രയുടെ വരവ് തടയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത്. എന്തായാലും അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അന്ന് അത് പെട്ടെന്ന് അവസാനിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് വാദ്ര തൻ്റെ രാഷ്ട്രീയ മോഹം മറയില്ലാതെ തുറന്നു പറയുകയാണ്. ഞാൻ വരും, ഞാൻ മത്സരിക്കും എന്നൊക്കെ, എനിക്ക് രാഷ്ട്രീയം വഴങ്ങും എന്ന് വാദ്ര പറയുകയാണ്. വാദ്ര തെളിയിക്കേണ്ട ബാധ്യത വാദ്രയുടേതാണ്. പക്ഷേ എങ്കിലും അതിന് ഒരു മറുപടി രാഹുലിൻ്റെ ഭാഗത്തുനിന്നോ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നോ സോണിയയുടെ ഭാഗത്തുനിന്നോ ഒന്നും നേരിട്ടൊരു മറുപടി വരുന്നില്ല. പക്ഷെ പരോക്ഷമായിട്ടെങ്കിലും പ്രിയങ്ക പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ED ഓഫീസിലേക്ക് ഭർത്താവിനെ അനുഗമിക്കുന്നു, ഒപ്പം വരുന്നു, അതിൻ്റെ പടിവാതിക്കൽ വരെ കൊണ്ടുവിടുന്നു, എന്നിട്ട് അവിടെ കാത്തിരിക്കുന്നു. ഇതൊക്കെ ഈ ചില രാഷ്ട്രീയ നാടകങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രിയങ്കയ്ക്ക് വാദ്രയുടെ വരവിനോട് താല്പര്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ വിലയിരുത്തുന്നു. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. വാദ്ര കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ, അഴിമതി നടത്തിയ കേസിൽ ഒക്കെ EDയുടെ അറസ്റ്റ് വരിച്ച് ജയിലിലേക്ക് പോകുമോ അതോ നേരെ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.